السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه الذي أرسله في الهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകുക. നമ്മൾ മനസ്സിലാക്കിയതുപോലെ 20-ാമത്തെ ജുസ് ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ നംലിന്റെ ആദ്യ ഭാഗം 19-ാമത്തെ ജുസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നംല് കഴിഞ്ഞാൽ പിന്നെ ഏതാ സൂറത്ത്? ഖസസാണ്. ഖസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം? ഖസസ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകാം? ഏതാ ഖസസ് കഴിഞ്ഞാൽ? അങ്കബൂത്ത് അല്ലേ? ഇതെന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടക്കം കുറിക്കാം. നമുക്ക് എന്നും റാങ്ക് വാങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യണം? ഷമീഖൊക്കെ അതിനുവേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ നമുക്കപ്പോ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 റാങ്ക് വരണം ഇൻഷാ അല്ലാഹ്. അതെ, റാങ്ക് എന്ന് പറയുന്നത് 3 മാസം 10 ദിവസത്തേക്ക് പോയാൽ 10 ദിവസത്തേക്ക് പോയാൽ 3 മാസം 10 നമ്മൾ 56-ാമത്തെ ആയത്ത് മുതലാണ് 20-ാമത്തെ ജുസ് ആരംഭിക്കുന്നത്. എങ്കിലും ലൂത്ത് നബിയുടെ ചരിത്രമാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ 2 ആയത്ത് മുൻപേ ലൂത്ത് നബിയുടെ ചരിത്രം തുടങ്ങുന്നുണ്ട്. അഥവാ 19-ാമത്തെ ജുസിന്റെ അവസാനത്തെ 2 ആയത്ത് ലൂത്ത് നബിയുടെ ചരിത്രമാണ്. അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ ആയത്ത് നമുക്ക് ആദ്യം ഇതിന്റെ അർത്ഥം എന്ന് പറയാം. അതിനുശേഷം നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. നമ്മളെല്ലാ ക്ലാസ്സും തുടക്കത്തിൽ അമാനി മൗലവിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, ആ തഫ്സീറുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യം പറയുക. അതോടൊപ്പം ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ മറ്റു ക്ലാസ്സുകളെ പോലെ തന്നെ ഒന്നുകിൽ അതിന്റെ ഇടയിൽ ആവശ്യമായി വന്നാൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ അവസാനത്തിൽ പറയാം. ശരി, 54-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. ഓദിക്കോ. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വലൂത്തൻ അവിടെ ശരിക്ക് തൻവീൻ ക്ലിയറായി പറയണം. തൻ ഇന്ന് തൻവീൻ തന്നെയാണ്. തജ്വീദിന്റെ നിയമപ്രകാരം തൻവീനു ശേഷം ഏതാണ്? ഹംസ വന്നാൽ വലൂത്തൻ. അതേസമയം അതിന്റെ അവസാനം കണ്ടോ വഅൻതും, അവിടെ വഅൻതും എന്ന് പറയാൻ പാടില്ല. വഅൻതും തുബ്സിറൂൻ അങ്ങനെ പറയണം. അവിടെ നൂന് ഇഖ്ഫ ആണ് കേട്ടോ, ഹൈഡാക്കി പറയണം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. ഓദിക്കോ. വലൂതൻ ലൂത്തിനെയും എന്ന് പറഞ്ഞാൽ ലൂത്തിനെയും കുറിച്ച് ഓർക്കുക, ലൂത്തിനെയും കുറിച്ച് പറയുക എന്നാണ്. കാരണം കഴിഞ്ഞ ജുസു പഠിച്ച ആളുകൾക്കറിയാം ഏത് പ്രവാചകന്റെ ചരിത്രമാണ് അവസാനിപ്പിക്കുന്നത്. ആരെ? സുലൈമാൻ നബിക്ക് ശേഷം ഏതായിരുന്നു 19ാമത്തെ ജുസ് അവസാനിപ്പിച്ച ഏത് പ്രവാചകന്റെ ചരിത്രമാണ്? സ്വാലിഹ് നബിയുടെ ചരിത്രം അല്ലെ. സുലൈമാൻ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, സ്വാലിഹ് നബിയുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ലൂത്തൻ, ലൂത്തിനെയും കുറിച്ച് പറയുക. ഇത് ഖാല ലിഖൗമിഹി, ഇത് ഖാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം, പറഞ്ഞ സമയം. ലിഖൗമിഹി ഖൗമ് ജനത, ലിഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോട്. അതഅതൂന നിങ്ങൾ ചെല്ലുകയാണോ? അതായഅതി നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ചെല്ലുക എന്നാണ് അർത്ഥം. ഇവിടെ അതഅതൂന എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക എന്നതിന്റെ അർത്ഥമാണ്. നിങ്ങൾ ചെയ്യുകയാണോ? ഒരു മോശമായ പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതഅതൂന നിങ്ങൾ ചെല്ലുകയാണോ അല്ലെങ്കിൽ ചെയ്യുകയാണോ? അൽ ഫാഹിശത, ഫാഹിശത്ത് നീചവൃത്തി. ഖുർആനിൽ പ്രധാനമായും ഈ ഫാഹിശത്തി എന്ന പ്രയോഗം പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരത്തെ കുറിച്ചാണ്. വളരെ മ്ലേച്ഛമായ ഒരു തിന്മയെക്കുറിച്ച് ആണ് ഫാഹിശത്തി എന്ന് പറഞ്ഞാൽ. വഅൻതും നിങ്ങളാകട്ടെ തുബ്സിറൂൻ, ബസറ എന്ന് പറഞ്ഞാൽ കണ്ടു കേട്ടോ. തുബ്സിറൂൻ നിങ്ങൾ കാണുന്നവരാകുന്നു, നിങ്ങൾ കാണുന്നവരാകുന്നു എന്നാണ്. വഅൻതും തുബ്സിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ, അതാണ് വഅൻതും തുബ്സിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിയുടെ ചരിത്രമാണ് അല്ലാഹു ഇവിടെ തുടങ്ങുന്നത്. ലൂത്തിനെയും നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ ലൂത്തിനെയും കുറിച്ച് നിങ്ങൾ പറയുക. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം എന്താണ്? നിങ്ങൾ ഈ ദുഷ്പ്രവൃത്തി, നിങ്ങൾ ഈ മ്ലേച്ഛമായ ഏറ്റവും മോശമായ ഒരു തിന്മ, ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണോ? അതിലേക്ക് നിങ്ങൾ പോവുകയാണോ എന്നാണ് അതഅതൂന. നിങ്ങൾ ചെല്ലുകയാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണോ എന്നാണ് അതിന്റെ അർത്ഥം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. നോദിയ ലൂത്തിനെയും കുറിച്ച് നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ ലൂത്തിനെയും കുറിച്ച് നിങ്ങൾ പറയുക. ഇത് ഖാല ലിഖൗമിഹി എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹം പറഞ്ഞ സന്ദർഭം. അതഅതൂനൽ ഫാഹിശത നിങ്ങൾ ഈ മ്ലേച്ഛമായ, നിങ്ങൾ ഈ മോശമായ പ്രവൃത്തി ചെയ്യുകയാണോ? വഅൻതും തുബ്സിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ, അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു മോശമായ പ്രവൃത്തി നിങ്ങൾ ചെയ്യുകയാണോ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം
അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ഇതിന് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം അല്ലെ? 20ാമത്തെ ജുസ് ആരംഭിക്കുന്നത് ഏത് പ്രവാചകന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അല്ലെ? എല്ലാവർക്കും കിട്ടും. എന്നാലും അതൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മനസ്സിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇവിടെ അവസാനം കണ്ടോ, വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ. എന്താണ് അതിന്റെ വിശദീകരണം? അമാനി മൗലവി 2 രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ പ്രവർത്തനം മോശമായ പ്രവർത്തനമാണ്, നീചത്വമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് എന്നും പരസ്പരം ഗോപ്യമാക്കുവാൻ പോലും ശ്രമിക്കാതെ പരസ്യമായി അന്യോന്യം നോക്കിക്കൊണ്ട് തന്നെ എന്നും ദുഷ്കൃത്യങ്ങളുടെ കൊള്ളരുതായ്മയെപ്പറ്റി അറിയാതെ പ്രവർത്തിക്കുന്നതിനേക്കാൾ വമ്പിച്ച തെറ്റാണല്ലോ അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി അതിന് മുതിരുന്നത്. രണ്ടാമത്തെ കാര്യം, പരസ്യമായും നിസ്സങ്കോചമായും ചെയ്യുന്ന അപരാധം സ്വകാര്യമായും മറ്റുള്ളവരറിയുന്നതിൽ സങ്കോചപ്പെട്ടുകൊണ്ടും ചെയ്യുന്നതിനേക്കാളും വമ്പിച്ച ധിക്കാരമായി തീരുന്നു. മനുഷ്യന് ലജ്ജയില്ലാത്ത പക്ഷം ഏതു നീചകൃത്യവും ചെയ്യാൻ മടിയുണ്ടാവുകയില്ല. ഞാൻ ആ മാനുവൽ തഫ്സീർ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത കേട്ടോ. എന്താണ് ഉദ്ദേശം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാണ്ട് ഇത് മോശമാണ്, ഇത് തിന്മാണ്, ചെയ്യാൻ പാടില്ല. വാൻതും തുബ്സിറൂൻ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് മോശമാണെന്ന്. അപ്പൊ കള്ളുടിക്കുന്നവർക്ക് തന്നെ അറിയാലോ ഏകദേശം എന്ത് അത് മോശമായ പ്രവർത്തനമാണെന്ന് അറിയാലോ. അപ്പൊ അതേപോലെ ഇത് മോശമാണ് എന്ന് നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ചെയ്യുന്നു. ചെയ്യാൻ പാടില്ല എന്നറിയാം, ഇത് തിന്മയാണെന്നറിയാം, ഏറ്റവും മോശമായ കാര്യമാണെന്നും അറിയാം, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ വിശദീകരണത്തിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, പരസ്യമായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നതെന്നാണ്. വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം? ഇതിനൊന്നൊരു പ്രശ്നമില്ലാണ് അവർക്ക്. എന്താണ് തിന്മയെന്നറിയാലോ. സ്വവർഗരതിയായിരുന്നു, ആണും എന്നുള്ള രൂപത്തിലായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? അവിടെ തിന്മയിൽ ഏർപ്പെട്ടിരുന്നത്. ആ ഒരു തിന്മയെ പരസ്യമായിട്ടായിരുന്നു എന്നാണ്. ഒരു നാണം അവർക്കുണ്ടായിരുന്നില്ല, ലജ്ജ പോലും ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല. സദസ്സിൽ വെച്ചും വഴിയിൽ വെച്ചും പരസ്യമായും ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു? ഈ തിന്മ ചെയ്തിരുന്നു. സൂറത്തു അങ്കബൂത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സദസ്സിൽ വെച്ച് ദുഷ്പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ മോശമായ കാര്യം വളരെ പരസ്യമായി തന്നെ, വളരെ മോശമായ ഈ ഒരു കാര്യം വളരെ പരസ്യമായി അവർ ചെയ്യുന്നു. ഈ ചെയ്യുന്ന അവർക്കറിയാം എന്ത് ഇത് തിന്മയാണെന്ന് കേട്ടോ. അപ്പോ ഇത്തരം ഒരു പ്രവർത്തനം, ഇത്തരം ഒരു തിന്മ ആ സമൂഹത്തിൽ വ്യാപകമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. ആ പ്രവാചകൻ അവരോട് പറഞ്ഞ ആ തിന്മയിൽ നിന്ന് നിങ്ങൾ മാറണം, അത് ചെയ്യരുത്, അത് തിന്മയാണ്, അത് മോശമാണ്, നിങ്ങൾക്ക് തന്നെ അറിയാതെ അത് മോശമാണെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങളെ ചെയ്യുന്നത് എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു. ഇതാണ് ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണം. ശരി, രണ്ടാമത്തെ ആയത്ത്, أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون. ഓദിക്കോ. أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون. അഇന്നക്കും നിങ്ങളാവുകയാണോ എന്നാണ് അർത്ഥം. അഇന്നക്കും നിങ്ങളാവുകയാണോ, ആയിത്തീരുകയാണോ. ലതഅതൂന അത്തായത്തി നേരത്തെ പഠിച്ചു, ചെല്ലുക, പ്രവർത്തിക്കുക, ചെയ്യുക എന്നർത്ഥം. ചെല്ലുക എന്നർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രവർത്തിക്കുക, ചെയ്യുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അഇന്നക്കും ലതഅതൂന നിങ്ങൾ ചെല്ലുക തന്നെയാണോ, നിങ്ങൾ പ്രവർത്തിക്കുക തന്നെയാണോ. അർരിജാല, എന്താ റിജാല്? പുരുഷൻ. അതിന്റെ സിംഗുലർ ഏകവചനം എന്താണ്? റജുലുൻ. റജുലുൻ അതിന്റെ ജമ്മാണ് റിജാല്. കാലിന് എന്താ പറയാ?
റിജില്. അതിന്റെ ബഹുവചനം എന്താണ്? അർജുൽ. കേട്ടോ, ശരി. ഷഹ്വത്തൻ, ഷഹ്വത്ത് എന്ന ആഗ്രഹം, ശരിക്ക് ലൈംഗികമായ ആഗ്രഹത്തിനാണ് പ്രധാനമായിട്ടും ഷഹ്വത്ത് എന്ന് പ്രയോഗിക്കുന്നത്. മിൻദൂനിൻ നിസ, ദൂന എന്ന് പറഞ്ഞാൽ ഗൈർ, കൂടാതെ. മിൻദൂനിൻ നിസ, നിസാ മർഅത്തുൻ ജമ്മാണ് നിസാ, മർഅത്തിന്റെ ജമ്മാണ് നിസാ, സ്ത്രീകളെ. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, ബൽ എന്നാൽ, അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാണ്, തജ്ഹലൂൻ വിഡ്ഢികളായ, അല്ലെ, അറിവില്ലാത്ത, വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈംഗികമായ ആഗ്രഹത്തിന് വേണ്ടി സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുകയാണോ? നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ബൽ മാത്രമല്ല, അൻതും ഖൗമുൻ തജ്ഹലൂൻ നിങ്ങൾ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. നിങ്ങൾ വളരെ മൂഢന്മാരായ അങ്ങനെയുള്ള ഒരു വിഭാഗമാകുന്നു നിങ്ങൾ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവർ ഉപദേശിക്കാൻ. നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, ഈ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നത് വിവരമില്ലാത്ത വിഡ്ഢിത്തമായ ഒരു കാര്യമാണ് എന്ന്. കേവലം ഇതൊരു പിന്നെ ഈ ജനതയെ കുറിച്ച് പറയുമ്പോഴേ അൻതും ഖൗമുൻ തജ്ഹലൂൻ എന്ന് പറഞ്ഞല്ലോ, ഇവർ അറിവില്ലാത്ത അല്ലെങ്കിൽ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ജനതയാണെന്ന് പറഞ്ഞാൽ എന്താണ്? തജ്ഹൽ എന്ന് പറഞ്ഞാൽ ജഹല യജ്ഹലു പഠിച്ചിട്ടില്ല? ജാഹിലിയ കാലഘട്ടം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അറിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയില്ലാത്തവർ എന്നല്ല കേട്ടോ, എഴുതാനും വായിക്കാനും അറിയാത്തവർ എന്ന അർത്ഥത്തിലല്ല, തീരെ ബോധമില്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല, അറിയേണ്ട അറിവ്, യഥാർത്ഥ അറിവെന്തില്ല, ഇല്ലാത്തവർ. അതാണ് ഇവരെ കുറിച്ച് വേറെ ചരിത്രത്തിലൊക്കെ പറയും. സദൂം പട്ടണം നമുക്ക് ശേഷം പറയാം. സദൂം പട്ടണത്തിലായിരുന്നു ഇവരെന്ത് ചെയ്തിരുന്നത്, ജീവിച്ച ശേഷം പറയുന്നുണ്ട്. അപ്പോ ഇന്നക്കും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുക്കൽ തന്നെ ചെല്ലുകയാണോ? ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ നിങ്ങൾ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്ന ഒരു ജനതയത്രേ. റജുല് എന്നതിന്റെ ജമ്മാണ് റിജാല്, മർഅത്ത് എന്നതിന്റെ ജമ്മാണ് നിസാ. ശരി, 20ാമത്തെ ജുസ് ആരംഭിക്കാം. അതിന്റെ തുടർച്ചയായിട്ട് فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون. فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون. فما كان എന്ന് പറഞ്ഞാൽ ആയിരുന്നു, മാ കാന ആയിരുന്നില്ല, ഫമാ കാന അപ്പോൾ ആയിരുന്നില്ല, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ജവാബ ഖൗമിഹി ജവാബ് ഉത്തരം, ഖൗമിഹി തന്റെ ജനതയുടെ മറുപടി, ഇല്ല അൻകാലു അവർ പറയുകയല്ലാതെ, ഇല്ല അൻകാലു കാലു അവർ പറഞ്ഞു, അഖ്രിജു നിങ്ങൾ പുറത്താക്കുക. അവരുടെ ജനത പറയാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞു ആദ്യം, നിങ്ങൾ ഈ മോശമായ പ്രവർത്തനം ചെയ്യല്ലേ, ഇത് തെറ്റാണ്, ഇതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ജനതയുടെ മറുപടിയായി അല്ലാഹു പറയാണ്, ആ ജനത പറഞ്ഞു, അഖ്രിജു നിങ്ങൾ ബഹിഷ്കരിക്കുക, ഖറജ അഖ്രിജു നിങ്ങൾ പുറത്താക്കുക, ആല ലൂത്തിൻ ലൂത്തിന്റെ കുടുംബത്തെ. ആല് കുടുംബം, ആല് ശൈഖ് എന്നൊക്കെ കേട്ടിട്ടില്ല? ആല ലൂത്തിൻ ലൂത്തിന്റെ കുടുംബത്തെ, ലൂത്തിന്റെ ആളുകളെ നിങ്ങൾ പുറത്താക്കുക. മിൻ ഖറിയത്തിക്കും ഈ നാട്ടിൽ തന്നെ, നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ലൂത്തിന്റെ കുടുംബത്തെ നിങ്ങൾ പുറത്താക്കുക. കണ്ടോ, അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും. ഇവിടെ ലൂത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് രണ്ട് രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം വിശ്വസിച്ചവരായ ആളുകൾ. രണ്ട്, ലൂത്ത് നബിയുടെ നേർക്ക് നേരെയുള്ള കുടുംബം. രണ്ടാമത്തെ വിശദീകരണത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം വേറെ ആരും
ഉണ്ടായിരുന്നില്ല എന്ന് ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അല്ലാഹു അലം. രണ്ട് വിശദീകരണമുണ്ട്. ഒന്ന്, ലൂത്ത് നബിയുടെ ആദർശത്തിൽ, ലൂത്ത് നബി പഠിപ്പിച്ച ആ തൗഹീദിൽ വിശ്വസിച്ച് ലൂത്ത് നബിയോടൊപ്പം നിന്ന ആളുകളെ കുറിച്ചാണ് ആല ലൂത്ത് എന്ന് പറഞ്ഞത്. അതോടൊപ്പം ലൂത്ത് നബിയുടെ നേർക്ക് നേരെയുള്ള കുടുംബം, അതിൽ നിന്ന് ഭാര്യ ഒഴിവാണ്. മിൻ ഖറിയത്തിക്കും, ഈ രാജ്യത്ത് നിന്ന് അവരെ പുറത്താക്കണം. ഇന്നഹും, തീർച്ചയായും അവർ, ഉനാസുൻ, അവർ മനുഷ്യരാണ്. എങ്ങനത്തെ മനുഷ്യരാണ്? ഇൻസിന്റെ ജമ്മാണ് ഉനാസ്. ഇൻസ് മനുഷ്യരാണ്. ഒരു തരം മനുഷ്യരാണെന്ന് പറഞ്ഞാൽ ഒരു പരിഹാസമാണത്. യതത്വഹറൂൻ, പരിശുദ്ധിയോടെ നടക്കുന്ന. ത്വഹറ യതത്വഹറു എന്നൊക്കെ പറഞ്ഞാല് അവര് വലിയ ശുദ്ധന്മാര്, നമ്മൾ പറയില്ല വലിയ തക്കമുള്ള എന്നൊക്കെ പറയില്ലേ ചില ആളുകളെ കുറിച്ചൊക്കെ. നമ്മളെ ഉപദേശിക്കുന്നവരെ കുറിച്ച് ചില ആളുകൾ പറയും പറ്റില്ല, അവൻ വലിയ തക്കമുള്ളവനാ, വലിയ പുണ്യാളൻ എന്നൊക്കെ പറയില്ലേ. ആ അർത്ഥത്തിലാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും ആ ലൂത്ത് നബിയോടൊപ്പമുള്ളവരെ കുറിച്ചും അവർ പറയുന്നു. ഇന്നഹും മുനാസുൻ യതത്വഹറൂൻ, അവർ വലിയ പരിശുദ്ധത നടിക്കുന്ന ആളുകളാണ് എന്ന് അവർ പറഞ്ഞു എന്നാണ്. അപ്പൊ രണ്ട് രൂപത്തിലാണ് ഈ ആയത്തിൽ നിന്ന്. ഒന്ന് ഒരു ഭീഷണിയാണ്, ഈ നാട്ടിൽ തന്നെ പുറത്താക്കും. രണ്ടാമത്തേതോ ഒരു പരിഹാസമാണ്. അവർ വലിയ മനുഷ്യന്മാർ, വലിയ ഉപദേശിക്കാൻ മാത്രം അല്ലെ എന്നുള്ള അർത്ഥത്തിൽ ഒരു പരിഹാസമാണ്. അതാണ് ഫമാകാന ജവാബ ഖൗമിഹി. ഇത് ഉപദേശിച്ചപ്പോൾ ലൂത്ത് നബിയുടെ ജനതയുടെ മറുപടി ഇല്ല അൻകാലു, ഇങ്ങനെയല്ലാതെ മറ്റൊന്നുമല്ല അവർ പറഞ്ഞത്. അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും, ലൂത്തിന്റെ ആളുകളെ ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്താക്കണം, ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. ഇന്നഹും ഉനാസുൻ യതത്വഹറൂൻ, അവർ പരിശുദ്ധിയോടെ നടക്കുന്ന വലിയ മനുഷ്യന്മാരാണ് എന്ന അർത്ഥത്തിൽ ഒരു പരിഹാസമാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത്. ലൂത്ത് നബി അവർ ഉപദേശിച്ചിട്ട് ആ ഉപദേശം അവർ സ്വീകരിക്കുന്നില്ല അല്ലെ. ലൂത്തിന്റെ ആളുകളും വലിയ പരിശുദ്ധരാണ്, അവര് വേറെ പോയിക്കോട്ടെ, അവരെ വെറുതെ അങ്ങോട്ട് വിട്ടോ, നമ്മളെ കൂടെ കൂട്ടണ്ട എന്നർത്ഥത്തിൽ അവരിങ്ങനെ സംസാരിക്കാണ്. ശരി. فأنجيناه وأهله إلا امرأته قدرناها من الغابرين. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. അതിനിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണ് നമുക്കറിയാലോ. പ്രത്യേകിച്ച് ചരിത്രം പറയുമ്പോൾ ഒരു ഭാഗത്തൊരു കാര്യം വിശദീകരിക്കും, അതിന്റെ ബാക്കി എവിടെ ആയിരിക്കും? ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ച യൂസഫ് നബിയുടെ ചരിത്രം മാത്രമാണ് ഒരു സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വേറെ പല ഭാഗങ്ങളിലായിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതിനുശേഷം നമുക്ക് പറയാം. فأنجيناه وأهله إلا امرأته قدرناها من الغابرين. فأنجيناه وأهله إلا امرأته قدرناها من الغابرين. ഫഅൻജൈനാഹു, അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും സ്വന്തക്കാരെയും. ഇല്ലംറഅതഹു, അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ഒഴികെ. അവിടെ ഉദ്ദേശിക്കുന്ന ഇമ്രാത്ത് ആരാണ്? ഭാര്യയാണ്. ഇല്ലംറഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ. ഇമ്രാത്ത് നേരത്തെ പഠിച്ചു നിസാവ് പറഞ്ഞപ്പോ. ഇമ്രാത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൂത്ത് നബിയുടെ ഭാര്യ. ഇല്ലംറഅതഹു, ലൂത്ത് നബിയുടെ ഭാര്യ ഒഴികെ. എന്നിട്ട് അല്ലാഹു പറയാണ് ഖദ്ദർനാഹാ മിനൽ ഗാബിരീൻ. ഖദ്ദറ ലൈലത്തുൽ ഖദ്ർ കേട്ടിട്ടില്ലേ? ഖദ്ദറ യുഖദ്ദിറു, തഖ്ദീർ, കണക്കാക്കി അല്ലെ. നിർണയത്തിന്റെ രാവ്, കണക്കിന്റെ രാവ് എന്നൊക്കെ പറയില്ലേ. ഖദ്ദർനാഹ, നാം അവളെ തീരുമാനിച്ചിട്ടുണ്ട്, നാം അവളെ കണക്കാക്കിയിട്ടുണ്ട്. മിനൽ ഗാബിരീൻ, ഖബറ എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോവുക, അവശേഷിക്കുക എന്നാണ്. മിനൽ ഗാബിരീൻ, കഴിഞ്ഞു പോയവരിൽ അഥവാ ശിക്ഷിക്കപ്പെടുന്നവരിൽ അവളും ഉണ്ട് എന്നത് എന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനമാണെന്ത്? ലൂത്ത് നബിയുടെ ഭാര്യയും അവിടെ ശിക്ഷിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടും എന്ന് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അത് നാം കണക്കാക്കിയിട്ടുണ്ട്. ഖദ്ദർനാഹാ മിനൽ ഗാബിരീൻ, നാം അത് കണക്കാക്കിയതാണ്.
അവളെ കഴിഞ്ഞുപോയവരുടെ അഥവാ ശിക്ഷയിൽ അകപ്പെട്ടവരുടെ കൂട്ടത്തിൽ കണക്കാക്കുകയാണ് നാം ചെയ്തിട്ടുള്ളത്. ലൂത്ത് നബിയെയും ലൂത്ത് നബിയുടെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി. ഇല്ലംറഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യയൊഴികെ, ഖദ്ദർനാഹാ മിനൽ ഗാബിരീൻ, അവളെ നാം കഴിഞ്ഞുപോയവരിൽ കണക്കാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കണക്കാക്കിയതാണ്. ഇനി എങ്ങനെയാണ് ആ ശിക്ഷ? ഓദിക്കോ. فساء مطر المنذرين وأمطرنا عليهم مطرا فساء مطر المنذرين. وأمطرنا مطر മത്തോറ എന്നൊക്കെ പറയുന്നത്, മത്തോറ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു, മത്തോറ് മഴ അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു മഴയല്ല, സാധാരണ വെള്ളമായി ഇറങ്ങുന്ന മഴയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അത് വേറെ വിഷയം പറയുന്നുണ്ട്. വാം തുറന്ന, നാം പെയ്യിപ്പിക്കുകയും ചെയ്തു, നാം വർഷിപ്പിക്കുകയും ചെയ്തു, ആലയും അവരുടെ മേൽ, മത്തോറൻ ഒരു മഴയെ, അതെത്ര മോശമാണ്, മത്തറുൽ മുൻദരീൻ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ മഴ, മുൻദരീൻ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർ, താക്കീത് നൽകപ്പെട്ടവർ, മത്തറുൽ മുൻദരീൻ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ മഴ എത്ര മോശമാണ്. അവരുടെ മേൽ നാം ഒരു മഴ വർഷിപ്പിക്കുകയും ചെയ്തു. ആ മഴ എങ്ങനെയായിരുന്നു? ഒരു കൽമഴയായിരുന്നു കേട്ടോ. ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ മഴ എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർ, അതാണ് മുൻദരീൻ. നസീർ കേട്ടിട്ടില്ലേ? താക്കീതുകാരൻ. മുൻദരീൻ താക്കീത് നൽകപ്പെട്ടവർ, മുൻദരീൻ. ഫസാഅ മത്തറുൽ മുൻദരീൻ, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർക്ക് നൽകിയ മഴ എത്ര മോശമാണ്, എത്ര ചീത്തയാണ് എന്ന്. ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടെ നോക്കിയേക്ക് എല്ലാവരും. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ അഇന്നകും ലതഅതൂനർ റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته قدرناها من الغابرين وأمطرنا عليهم مطرا فساء مطر المنذرين. نودن കേൾക്കാം. لوطا إذ قال لقومه أتأتون الفاحشة وأنتم تبصرون أئنكم لتأتون الرجال شهوة من بل أنتم قوم تجهلون. فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته قدرناها من الغابرين وأمطرنا عليهم مطرا فساء مطر المنذرين.
ഇതിലതിന്റെ പൂർണ്ണമായ രൂപങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിൽ തുടക്കവും പറഞ്ഞു, അതിന്റെ അവസാനം പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഞാൻ ചില അതിന്റെ ഒന്നും ഓടിച്ചു പോവാണ് കേട്ടോ. അത് വളരെ വിശദമായ ചരിത്രമാണ്, എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലികനും ബന്ധുവുമായിരുന്നു ലൂത്ത് നബി. ഇബ്രാഹിം നബിയുടെ കാലത്ത് ജീവിച്ച ഒരു പ്രവാചകനാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ബന്ധുവും കൂടിയായിരുന്നു. ലൂത്ത് നബിയുടെ പേര് ഖുർആനിൽ 27 തവണ പരാമർശിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഏക വ്യക്തി കൂടിയായിരുന്നു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ ഇത് തുടക്കത്തിലാണ് കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഏക വ്യക്തിയാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി പിന്നെ ഹിജ്റ പോകുന്ന സമയത്ത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി പോവാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആ സമയത്താണ് സദൂം എന്ന പ്രദേശത്തേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവിടെയാണ്, സദൂമിലാണ്. സദൂമിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഇബ്രാഹിം നബിയോടൊപ്പം ഹിജ്റ പോകാൻ ലൂത്ത് നബിക്ക് കഴിഞ്ഞില്ല. അപ്പൊ സദൂം എന്ന പട്ടണത്തിലേക്കാണ് പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നിയുക്തനാകുന്നത്, പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ഇവിടെ നോക്ക് നിങ്ങൾ, സദൂം എന്നത് വലിയൊരു പട്ടണമായിരുന്നു എന്നാണ്, വലിയൊരു സിറ്റി ആയിരുന്നു. അതാണ് ഈ നേരത്തെ പറഞ്ഞത്. ജാഹിൽ എന്ന് പറഞ്ഞാൽ കേവലം എഴുത്തും വായനൊന്നും അറിയാത്ത, നമ്മുടെ ഭാഷ പറഞ്ഞൊരു പൊട്ടൻ അല്ല. ആര്? ഈ സദൂമിലെ ഈ തോന്നിയാസം ചെയ്യുന്നവർ. മനസ്സിലായോ? ഈ തോന്നിയാസം ചെയ്യുന്ന ആളുകൾ വിവരമില്ലാത്ത, നമ്മൾ ഈ ഭൗതികമായ രൂപത്തിലുള്ള വിവരങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ആ രൂപത്തിലുള്ള വിഡ്ഢികളല്ല, അറിവില്ലാത്തവരല്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിവില്ലാത്ത, എന്താണ് വേണ്ട അറിവ്, യഥാർത്ഥ അറിവ് എന്താണ് അല്ലെ, അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളായിരുന്നു അവർ എന്നാണ്. സാധാരണ സിറ്റിയിലൊക്കെ താമസിക്കാൻ വലിയ വലിയ ആളുകളായിരിക്കും, വലിയ പൈസക്കാരായിരിക്കും, അതേപോലെ തന്നെ ഭൗതികമായ ഉയർന്ന നിലയിലുള്ളവരായിരിക്കും. പക്ഷെ അവരായിരുന്നു ഈ തോന്നിയാസത്തിന് കൂടുതൽ നേതൃത്വം നൽകിയിരുന്നതും ഈ ഒരു കാര്യം ചെയ്തിരുന്നതും എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇന്നും അങ്ങനെ തന്നെയാണ്. കേവലം അറിവില്ലാത്തവരൊന്നല്ലല്ലോ ഇത്തരം ആളുകളുടെ ആണും പെണ്ണും കല്യാണം കഴിച്ചു, പെണ്ണും കല്യാണം കഴിച്ചു. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞതിന് ഉണ്ടത്രേന്നാണ് അല്ലെ. നമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മൾ പറഞ്ഞത് എന്താണ് കേട്ടിരുന്നത്? ഉണ്ടത്രേന്നാണ്. നമ്മളതിന് പേരിട്ട് വെസ്റ്റേൺ കൾച്ചർ, പടിഞ്ഞാറൻ നാട് എന്നൊക്കെ പറഞ്ഞു. അവിടെ ആണും കല്യാണം കഴിക്കുന്നുണ്ടത്രേ, അവിടെ പെണ്ണും കല്യാണം കഴിക്കുന്നുണ്ടത്രേ, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടത്രേ, അവരവരുടെ അവകാശത്തിന് വേണ്ടി ഒരു പ്രകടനം നടത്തിയത്രേ എന്നൊക്കെ വലിയ പത്രത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു. ഇപ്പൊ എവിടെയാണ് അറിയാലോ? നമ്മുടെ നാട്ടില്, നമ്മുടെ തൊട്ടു മുന്നില്, എല്ലായിടത്തുമായി എന്താണ്, നമ്മുടെ സമുദായത്തില് ഒക്കെയാണ്. അതൊന്നും അതിനെ എതിർക്കുന്നവരെന്തായി? ഇന്ന് മോശക്കാരാണ്. അവരെന്റെ വീട്ടിൽ കയറ്റും, ഞാൻ എന്റെ വീട്ടിൽ അവരെ കയറ്റും എന്നാണ് ഒരു മഹാൻ പറഞ്ഞത്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ നേരത്തെ പറഞ്ഞ ജാഹിലിന്റെ അവസ്ഥ അല്ലെ. വലിയ വലിയ പദവികൾ നമ്മുടെ രാജ്യത്ത് പിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത്. അത് കേട്ടിട്ട് വേറൊരു മഹാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്താ തെറ്റുന്നാണ് അല്ലെ. അപ്പോ ഇതൊന്നൊരു വലിയ വിഷയമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല അന്നും ഇന്നും. അപ്പോ സദൂം എന്ന സ്ഥലത്തേക്ക് പ്രവാചകനായി നിയുക്തനായ പ്രവാചകനാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. സദൂമുകാർ ദൈവ വിക്കാരികളായിരുന്നു. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനായ ഈ സമൂഹം ശിർക്കിലും കുഫ്രിലുമായിരുന്നു എന്ന് മാത്രമല്ല സ്വവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരായിരുന്നു. ഏതൊരു സമുദായത്തിന്റെയും ഏറ്റവും വലിയ പരാജയം എവിടെയാണ്? അധർമ്മം എന്താണ്? ശിർക്കാണ് അല്ലെ. എല്ലാ പ്രവാചകന്മാരും ഏത് സമുദായത്തിലേക്ക് വന്നാലും ആദ്യം അവരെ ബോധ്യപ്പെടുത്തിയത് തൗഹീദാണ്. എന്തേ കാരണം? തൗഹീദ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം തിന്മയിൽ നിന്ന് എന്ത് ചെയ്യും? ആളുകൾ മാറി നിൽക്കും. അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞാൽ, പടച്ച റബ്ബിനെ കുറിച്ച് ഭയപ്പെട്ടാൽ, അള്ളാഹു മാത്രം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ, ആരാധനയിലും പ്രാർത്ഥനയിലുമൊക്കെ അത്തരമൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ, വിശ്വാസം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? തിന്മൊക്കെ പതുക്കെ മാറിപ്പോയേക്കാം. ഇവിടെ ആ വലിയ ശിർക്കിനെ, കുഫറിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു വലിയ തോന്നിയാസം ആ സമൂഹത്തിൽ വ്യാപകമായിരുന്നു എന്നാണ്.
മനുഷ്യകുലത്തിൽ ഈ വൃത്തികേടിന് തുടക്കം കുറിച്ചത് അവരായിരുന്നു. ആദ്യമായി ലോകത്ത് LGBTQ+++ നമ്മളിപ്പോ ഏകദേശം 200ഓളം പ്ലസ് ഉണ്ടെന്നാണ് അല്ലെ. അതിലിപ്പോ ഗേ എന്നതിന് തുടക്കം കുറിച്ചത് ആരാണ്? ഈ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം സദൂമുകാരായിരുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാൻ ഖുർആനിന്റെ ആ ഭാഗം ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. ഞാനതിന്റെ ഓരോ ആയത്തും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. എന്താണ് സംഭവം എന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ആദ്യം തന്നെ പറയുന്നത് കസബത്ത് ഖൗമു ലൂത്തിൽ മുർസലീൻ, ലൂത്തിന്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളിനാണ്. സദൂമുകാരെ കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സദൂമിലേക്ക് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ വന്നത്? പിന്നെന്താ പ്രവാചകന്മാരെ മുർസലീങ്ങളെ നിഷേധിച്ചു തള്ളിയെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ്. ആ അർത്ഥത്തിലാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ നിഷേധിച്ചാൽ മതി, എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ്. ലോകത്തേക്ക് അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരിലും ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകനെയും ചെറുതെന്നോ വലുതെന്നോ ആയി എന്താണോ പ്രമാണം പഠിപ്പിച്ചത് അതുപോലെ തന്നെ കാണാൻ കഴിയണം. അപ്പോഴേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വിശ്വാസിയായി തീരുന്നുള്ളൂ. ശരി, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു ദൂതനാണ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂത്ത് നബി എന്ത് ചെയ്തു? അവരെ ഉപദേശിച്ചു. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ വാചകമാണ് പിന്നെ വീണ്ടും നമുക്ക് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ആണുങ്ങളിലേക്ക് തന്നെ ചെല്ലുകയാണോ? അള്ള നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ അക്രമികളായ ആളുകൾ തന്നെയാകും എന്ന് പറഞ്ഞു. ആ സമയത്ത് നേരത്തെ പറഞ്ഞ ഭീഷണിയാണ്, ലൂത്തേ ഉണ്ടാതിരുന്നോ, ഇതിന് വിരമിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടിനെ നിന്നെ പുറത്താക്കും എന്ന് പറഞ്ഞു. പക്ഷേ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ മറുപടി എന്താണ്? ഖാല ഇന്നി ലിഅമലിക്കും മിനൽ ഖാലീൻ, തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. കേട്ടോ, ഭീഷണിപ്പെടുത്താണ്. അവസാനിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോ ശരി, എനിക്ക് നിങ്ങളെ കൈ പിടിച്ചൊന്നും നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ ഇതിനോട് ഞാൻ വെറുപ്പാണ്, ഇതിനോട് ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഞാൻ വെറുപ്പ് കാണിക്കുന്നു, വെറുപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. സൂറത്തുൽ അൻകബൂത്തിലും ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ പറഞ്ഞ നേരത്തെ പറഞ്ഞ വാചകം ഉണ്ടാവും, മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ഇതിനു മുമ്പ് ലോകത്തൊരാളും ഈ തിന്മ ചെയ്തിട്ടില്ല എന്നാണ്. ഇതിനു മുമ്പ് ലോകത്തൊരാളും ഈ തിന്മ ചെയ്തിട്ടില്ല. അവിടെയാണ് എന്നിട്ട് പറഞ്ഞോ, ഇന്നക്കും ലതഅതൂന റിജാല വതഖതഊന സബീൽ വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ, നിങ്ങൾ പരസ്യമായിട്ടാണല്ലോ, സദസ്സിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്ത് തോന്നിയാസാണ് എന്ന് പറഞ്ഞപ്പോ അവർ വെല്ലുവിളിക്കാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെല്ലുവിളിക്കാണ്. എന്താണ്? നീ പറയുന്നുണ്ടല്ലോ അള്ളാഹു ശിക്ഷിക്കുമെന്ന്, അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എങ്കിൽ നീ പറയുന്ന അള്ളാഹുവിന്റെ ശിക്ഷയൊന്ന് കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ എന്നവർ വെല്ലുവിളിക്കുകയാണ്. സദൂമുകാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർ പിന്തിരിയുന്നില്ല എന്ന് മാത്രമല്ല, ഭീഷണിപ്പെടുത്തുന്നെന്ന് മാത്രമല്ല, പരിഹസിക്കുകയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലുള്ള അവരുടെ സംസാരങ്ങൾ. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രൂപത്തിൽ അവർ സംസാരിച്ചു. ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞതിന്റെ ചുരുക്കം. സൂറത്തുൽ അംറിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അവർ ഉപദേശിച്ചു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു, ഇത് മോശമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞു, ലോകത്തൊരാളും നിങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്മാറണമെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഈ രാജ്യത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ പുറത്താക്കും, നീ വലിയ മാന്യനായിട്ടുള്ള ഒരാള് എന്നുള്ള അർത്ഥത്തിൽ അവർ സംസാരിച്ചു. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെതിരെ, ആ ജനതക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സൂറത്തുൽ അൻകബൂത്തില് ആ പ്രാർത്ഥന പറയുന്നുണ്ട്, ഖാല റബ്ബി ഇൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, അള്ളാഹു ഇവർ കുഴപ്പക്കാരാണ്, ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവർ ആ തിന്മയിൽ നിന്ന് മാറുന്നില്ല, അതുകൊണ്ട് ഈ കുഴപ്പക്കാരായ ആളുകൾക്കെതിരിൽ
എന്നെ നീ സഹായിക്കണമേ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ആര് വരുന്നത്? മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട് അല്ലെ? ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ ഇത് മലക്കുകളാണെന്ന്? ഇല്ല. അപ്പോഴേക്കും എന്ത് ചെയ്തു? നല്ലൊരു മോരിക്കുട്ടിനൊക്കെ തയ്യാറാക്കി പിന്നെ മാംസമൊക്കെ റെഡിയാക്കി വെച്ചപ്പോ അവരെന്ത് ചെയ്യുന്നില്ല? കഴിക്കുന്നില്ല. ഇബ്രാഹിം നബിക്ക് ആകെ സങ്കടായി. ഞാന് കൊണ്ടുവച്ച മാംസം എന്റെ അതിഥികൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് ഇബ്രാഹിം നബിയോട് അവർ പറയുന്നത്, ഞങ്ങൾ ആരാണ്? മലക്കുകളാണ്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കൂല. ഞങ്ങൾ ലൂത്തിന്റെ അടുത്തേക്ക് പോകുന്നവരാണ്. കണ്ടോ, മലക്കുകൾ ആദ്യം ചെന്നത് ഇബ്രാഹിം നബിയുടെ അടുത്തേക്കാണ്. അപ്പോ അവര് പറഞ്ഞു എന്നാണ്, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടവരാണ്. കളിമണ്ണുകൊണ്ടുള്ള കല്ലുകൾ ഞങ്ങൾ അവരുടെ നേരെ അയക്കുവാൻ വേണ്ടി, അതിക്രമകാരികൾക്ക് വേണ്ടി തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളപ്പെടുത്തിയ കല്ലുകൾ. അപ്പോ ഞങ്ങൾ ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക്, സദൂമുകാരിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറയാണ്. ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും പറയുന്നുണ്ട്. പിന്നെ നല്ല സുന്ദരന്മാരായ മനുഷ്യരൂപത്തിൽ വലമ്മാ ജാഅത്തു റസുലനാ ഇബ്രാഹിമ ബിൽ ബുശ്റ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ സന്തോഷ വാർത്തയുമായി ചെന്നപ്പോൾ, എന്തായിരുന്നു സന്തോഷ വാർത്ത? ഇബ്രാഹിം നബിക്ക് മകനുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വർത്തമാനവുമായി ചെന്നപ്പോൾ അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങള് എന്തിനും കൂടി വന്നവരാണ്? ലൂത്തിന്റെ അല്ലെങ്കിൽ ആ സമൂദിന്റെ സമുദായത്തെ തകർക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചതാണ്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞൊരു വർത്താനുണ്ട്, ഇന്ന ഫീഹാ ലൂത്തൻ, അവിടെ ആരും കൂടിയുണ്ട്? ലൂത്തും കൂടിയുണ്ടല്ലോ. ആ സമുദായത്തെ നശിപ്പിക്കുമ്പോ, തകർക്കുമ്പോ ആരും പെടും? ലൂത്തും അതിൽ പെട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയാം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ളത് നല്ല രൂപത്തിൽ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തും. ഇല്ലംറഅത്തഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ. കാനത്ത് മിനൽ ഗാബിരീൻ, നേരത്തെ പഠിച്ച ആ വാക്ക് എന്താണ്? അവർ ശിക്ഷിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ്. അങ്ങനെ ആ മലക്കുകൾ എവിടേക്കാണ് പോകുന്നത്? ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് പോകാൻ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്നപ്പോഴേക്കും ലൂത്ത് നബിക്ക് ഇവരെ കുറിച്ച് ഓർത്ത് വലിയ സങ്കടമായി. തന്റെ വീട്ടിലേക്ക് നല്ല സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ കടന്നു വന്ന ആ മനുഷ്യന്മാരെ കണ്ടപ്പോ, ഇത് പ്രവാചകരാണെന്ന് ആർക്കറിയില്ല? ലൂത്ത് നബിക്ക് അറിയില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട മലക്കുകളാണ് എന്ന് ആർക്കറിയില്ല? ലൂത്ത് നബിക്ക് അറിയില്ലല്ലോ. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ പ്രവാചകന്മാർക്ക് അദൃശ്യമറിയാം അല്ലെ, പ്രവാചകന്മാർക്ക് അങ്ങനെയൊക്കെ അറിയാം എന്നൊക്കെ പറയും. പലരും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ രണ്ട് പ്രഗത്ഭരായ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രവാചകന്മാരിലേക്കാണ് മലക്കുകൾ വേഷം മാറി വരുന്നത്, മനുഷ്യരൂപത്തിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലൂത്തിന്റെ അടുക്കൽ നല്ല സൗന്ദര്യത്തിലാണ്, നല്ല സൗന്ദര്യമുള്ള രൂപത്തിലാണ് അവർ വന്നത്. ഇത് കണ്ടപ്പോഴേക്കും ലൂത്ത് നബിക്ക് ഭയങ്കര സങ്കടമായി. എന്തായിരിക്കും സങ്കടം? ആ നാട്ടുകാരെ കുറിച്ച് ഓർത്ത്. തന്റെ വീട്ടിലേക്ക് വന്ന ഈ മനുഷ്യന്മാരെ, ഈ സുന്ദരന്മാരെ തന്റെ നാട്ടുകാർ ഒരിക്കലും വെറുതെ വിടൂല. വല്ലാത്തൊരു സങ്കടമായി. തന്റെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകളെ അവരാക്രമിക്കും എന്നതുകൊണ്ട് അദ്ദേഹം നോക്കൂ നിങ്ങൾ, ഹാദാ യൗമുൻ അസീബ്, ഹാദാ യൗമുൻ അസീബ്, ഇതൊരു വിഷമകരമായ ദിവസം തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ സന്തോഷിക്കല്ലേ? ഇവിടെ ലൂത്ത് നബിക്ക് സങ്കടമായി എന്നാണ്. മാത്രവുമല്ല, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ നാട്ടുകാർക്ക് തന്റെ വീട്ടിലെത്തിയ അതിഥികളെ പറ്റിയുള്ള വിവരം ചോർത്തി കൊടുത്തു. കണ്ടോ, ലൂത്ത് നബിയുടെ വീട്ടിൽ ലൂത്ത് നബിയുടെ 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ലൂത്ത് നബിയുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് വന്ന തന്റെ അതിഥികൾ അല്ലെങ്കിൽ ഈ സുന്ദരന്മാരായ മനുഷ്യന്മാരെ കുറിച്ച് ലൂത്ത് നബിയുടെ ഭാര്യ എന്ത് ചെയ്തു? നാട്ടുകാർക്കൊക്കെ കൊണ്ട് അറിയിച്ചു കൊടുത്തു. അവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇവരെ വീട്ടിൽ ലൂത്ത് നബിയും ഭാര്യയും 2 മക്കളും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ വീട്ടിൽ 2 സുന്ദരന്മാര് വന്നിട്ടുണ്ട് എന്നത് നാട്ടുകാരുടെ പോയിട്ട് അവരുടെ ഭാര്യ പറഞ്ഞു കൊടുത്തു. യഥാർത്ഥത്തിൽ സ്വന്തം ഭർത്താവിനെ ചതിക്കുകയായി.
മനുഷ്യന്മാർക്ക് ഇല്ല. ഇത് മലക്കുകളാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ, മനുഷ്യരൂപല്ലേ. ആ മലക്കുകളല്ല, മനുഷ്യരൂപത്തിലാണ് വന്നത്, മനുഷ്യരൂപത്തിലാണ്. അപ്പോ അവസാനം പറയുന്നുണ്ട് ഞങ്ങൾ മലക്കുകളാണെന്ന് ലൂത്ത് നബിയോട് ലാസ്റ്റ് പറയുമ്പോഴാണ് ആർക്ക് മനസ്സിലാവുന്നത്? ലൂത്ത് നബിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ലൂത്ത് നബിയുടെ ഭാര്യ എന്ത് ചെയ്തു? നാട്ടുകാരോടൊക്കെ പോയി പറഞ്ഞു, ഇതാ ഞങ്ങളെ വീട്ടില് നിങ്ങൾക്ക് വെക്കിയ ആളുകൾ വന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തു. യഥാർത്ഥത്തിൽ തന്റെ ഭർത്താവിനെ ചതിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ പറഞ്ഞത് അവർ രണ്ടുപേരും വഖീല ദുഖൂലൻ നാറ മഅ ദാഖിലീൻ. ആ രണ്ടുപേരാരാ? ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. ഇവർ രണ്ടുപേരോടും കേസുണ്ടോ? ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. ഈ രണ്ടുപേരെ കുറിച്ചാണ് വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അല്ലേ? നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ, ഈ രണ്ടുപേരെ കുറിച്ച് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ ചതിച്ചു. സ്വാലിഹ്യങ്ങളായിരുന്നു ഭർത്താക്കന്മാർ. അതുകൊണ്ട് വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, നാളെ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ അവരോട് ആവശ്യപ്പെടുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇതാണ് പിന്നെ ലൂത്ത് നബിയുടെ ഭാര്യ ചെയ്തത്. ശരി, നാട്ടുകാരൊക്കെ ഇവരെ അറിഞ്ഞു, ഭാര്യ എന്ന് പറഞ്ഞല്ലോ, നാട്ടുകാരൊക്കെ ഇവരെ അറിഞ്ഞു. അവരെല്ലാവരും കൂടി ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വന്നു. ആ രംഗം ഖുർആൻ പറഞ്ഞു നോക്കിയത് വജാഅഹുൽ മദീനത്തി യസ്തബ്ശിറൂൻ. അവർക്ക് ഭയങ്കര സന്തോഷമായിന്നാണ്. ഈ മനുഷ്യരൂപത്തിൽ വന്ന നല്ല സൗന്ദര്യമുള്ള ഈ രണ്ട് മനുഷ്യന്മാരെ കണ്ടപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അതാണ് യസ്തബ്ശിറൂൻ, അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് ലൂത്ത് നബി പറഞ്ഞു, ഇന്ന ഹഉലാഇ ളൈഫി ഫലാ തഫ്ലഹൂൻ. ഇവർ എന്റെ അതിഥികളാണ്, ഇവരെന്റെ അതിഥികളാണ്, എന്നെ നിങ്ങൾ വഷളാക്കരുത്. എന്ന് പറഞ്ഞാൽ അതിഥികളെ ആക്രമിച്ചാൽ, ഉപദ്രവിച്ചാൽ അതിലൂടെ ആതിഥേയനെന്റെയും വഷളാകുമല്ലോ, നാണം കെടുമല്ലോ. അതുകൊണ്ട് എന്നെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അവരോട് പറയുകയാണ്. ശരി, വീണ്ടും മറ്റൊരു സ്ഥല സൂറത്തിൽ ഹൂദിൽ പറയുന്നുണ്ട്, അവർ ഓടി വന്നു എന്നാണ്. യുഹ്റഊന ഇലൈഹി, അവർ ഓടി വന്നു ലൂത്തിന്റെ അടുത്തേക്ക്, ലൂത്തിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ആ സമയത്ത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി ഹഉലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. മനുഷ്യന്മാരെ, എന്റെ രണ്ട് പെൺമക്കളുണ്ട് ഇവിടെ, അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. അവർ പരിശുദ്ധകളാണ്, അവർ പരിശുദ്ധരാണ്, അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം, എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത്. എന്നിട്ട് ചോദിച്ചു, അലൈസ മിൻകും റജുലുർ റഷീദ്, ഒരു തന്റേടുള്ള, ഒരു വിവേകമുള്ള, ഒരു തിരിച്ചറിവുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കൾ, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോ ഒരു മഹാൻ ചെയ്തിട്ടുണ്ട്. ഒരു മുസ്ലിങ്ങളെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പെൺമക്കളെ വിവാഹം ചെയ്യുന്നിടത്ത് എന്ത് വേണം? ദീൻ നോക്കണം, നല്ല മനുഷ്യന്മാരെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു പ്രവാചകനായ ലൂത്ത് പറഞ്ഞിട്ടുണ്ട് ആരോട്? സ്വവർഗരതിക്കാരായ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളെ വിവാഹം ചെയ്തു തരാം എന്ന് ലൂത്ത് ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞോളൂ. ഇത് ആ ഒരു ദുർവ്യാഖ്യാനാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല. ഇവിടെ അത്രയ്ക്കും നിസ്സഹായനാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. വീട്ടിലേക്ക് വന്ന അതിഥികളെ മോശമായി അവരെ ഉപദ്രവിക്കുമെന്ന് കണ്ടപ്പോ ലൂത്ത് നബി പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളെ വിവാഹം ചെയ്തുതരാം, അവരെ നിങ്ങൾ വെറുതെ വിട് എന്നൊക്കെ പറയാണ്. അവര് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ ലൂത്തെ, ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ ആവശ്യമില്ല, പെൺമക്കൾ ആവശ്യമില്ല, നിനക്കറിയാലോ, ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാം, ഞങ്ങൾ വന്നത് എന്തിനാണ് എന്ന് നിനക്കറിയാം. ആ സമയത്ത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എനിക്ക് നിങ്ങളെ തടയുവാൻ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെ, എനിക്ക് നിങ്ങളെ നേരിടാനുള്ള ശാരീരികമായ കഴിവൊന്നുമില്ല, നിങ്ങൾ കുറെ ആളുകളുണ്ട്, നല്ല ശക്തന്മാരാണ്, മല്ലന്മാരാണ്, നിങ്ങളെ നേരിടാനോ നിങ്ങളോട് എതിർത്ത് നിൽക്കാനോ എനിക്ക് കഴിയില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിൽ പെൺമക്കളല്ലാതെ വേറെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ചില ആളുകൾ പറയാൻ, ചില മുഫസ്സിറുകൾ പറയാനുള്ള കാരണം. അപ്പൊ ലൂത്ത് നബി പറയാണ്, എനിക്ക് നിങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ആ സമയത്ത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സങ്കടങ്ങളും
ഈ ഒരു മാനസികമായ പ്രയാസങ്ങളും കണ്ടപ്പോ ലൂത്ത് നബിയെ ഈ മലക്കുകൾ, ഈ വന്ന അതിഥികൾ ആശ്വസിപ്പിക്കുകയാണ്. യാ ലൂത്ത്, ഏ ലൂത്തെ, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകം, അള്ളാഹുവിന്റെ മാലാഖമാരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, അവർക്ക് നിന്റെ അടുത്തേക്കൊന്നും എത്താനാവൂല. അതുകൊണ്ട് ഞങ്ങൾ വന്നത് ഈ രാത്രി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നാട്ടിൽ നിന്ന് പുറപ്പെടണം. ഇത് പറയാനാണ് വന്നത്. നേരം പുലരും മുമ്പേ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകണം. ഒരാളും എന്ത് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്, നിന്റെ ഭാര്യ ഒഴികെ. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ശബ്ദം കേൾക്കും, വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കും ഒരാൾ, ആര്, നിന്റെ ഭാര്യ. കാരണം അവൾ ശിക്ഷയിൽ, പിന്നെ ശിക്ഷ അവൾക്കും വരേണ്ടതാണ്, അവൾക്കും അനുഭവിക്കാനുള്ളതാണ്. തീർച്ചയായും അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു. പ്രഭാതം അലൈസ സുബ്ഹു ഖരീബ്, അടുത്തെത്താറായിട്ടുണ്ട് പ്രഭാതം. അതുകൊണ്ട് നിങ്ങൾ വേഗം ചെയ്തോ, ഈ നാട്ടിൽ നിന്ന് ഒഴിവായിക്കോ എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ മാലാഖമാര് പറഞ്ഞു എന്നാണ് സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നുണ്ട്. താങ്കൾ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും തീർച്ചയായും രക്ഷപ്പെടുത്തുന്നതാണ് എന്ന്. ശരി, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വന്ന ഈ മലക്കുകളെ, ഈ മലക്കുകൾ എന്ന് അവർക്കറിയില്ലല്ലോ, ഈ വന്ന അതിഥികളെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ അന്ധന്മാരായി. എങ്ങനെയാണ്? ഈ വന്ന മലക്കുകൾ അവരറിയാതെ അവരെ സ്പർശിച്ചു എന്നാണ്. ഈ വന്ന ആളുകളുണ്ടല്ലോ, തോന്നിയാസം ചെയ്യാൻ ഇവർ ഉപദ്രവിക്കാമെന്ന ആളുകളുണ്ടല്ലോ, അവരെ എന്ത് ചെയ്തു? ഈ വന്ന മലക്കുകൾ അവരറിയാതെ തന്നെ അവരെ ഒന്ന് സ്പർശിച്ചു. ഈ മലക്കുകളുടെ സ്പർശനം ഉണ്ടാകേണ്ട താമസം അവിടെയുള്ള മുഴുവൻ ആളുകളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു. എല്ലാം തുടച്ചു നീക്കിനാണ്, എല്ലാം തുടച്ചു നീക്കി. വന്ന ആളുകൾക്കൊന്നും കണ്ണാണില്ല, എല്ലാവരുടെ കാഴ്ചയും പോയി. പക്ഷേ ചില ഹദീസിൽ കാണാം, അള്ളാഹു വലിയൊരു ശിക്ഷയായ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്നിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല, ഈ തോന്യാസത്തിൽ നിന്ന് മാറില്ല. കണ്ണ് കാണാത്ത അവസ്ഥയിൽ അവർ പിരിഞ്ഞുപോയി. കണ്ണ് കാണാത്ത അവസ്ഥയിൽ അവർ രാത്രിയിൽ പിരിഞ്ഞു പോയപ്പോ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്യും, നാളെ പകൽ എന്ത് ചെയ്യും, നാളെ രാവിലെ തന്നെ ഞങ്ങൾ വരും. ഇപ്പൊ ഞങ്ങൾ പോകുന്നു, നാളെ രാവിലെ ഞങ്ങൾ വരും എന്ന് ഭീഷണി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവര് പോയത് എന്നാണ്. കണ്ടോ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നു. സൂര്യോദയത്തോടെ തന്നെ ആ ഘോര ശബ്ദം അവരെന്ത് ചെയ്തു, പിടികൂടി. പ്രഭാതത്തിലായിരുന്നു ലൂത്ത് ആ സദൂർ നിവാസികളെ അള്ളാഹു എന്ത് ചെയ്തത്, നശിപ്പിച്ചത്. എങ്ങനെയാണ് നശിപ്പിച്ചത്? അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ്. കീഴ്മേൽ മറിച്ചു അല്ലെ, നമ്മളിങ്ങനെ എന്തെങ്കിലും പൊറോട്ട പത്തിരിയൊക്കെ ഇട്ടിട്ട് കീഴ്മേൽ മറിക്കൂലെ, എന്നാലോചിക്കാൻ രംഗം. ഇങ്ങനെ മറിച്ചിട്ടു എന്നാണ് അവരെ, നേർക്ക് നേരെ മറിച്ചു. എന്നിട്ടോ അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടിയക്കല്ലുകൾ അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. അടയാളം വെച്ച കല്ലുകൾ, മുസവ്വമതൻ ഇൻദ റബ്ബി. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹു ആ ഓരോ കല്ലിലും ഓരോരുത്തരുടെ അടയാളം വെച്ചു എന്നാണ്. ആ അടയാളം വെച്ച കല്ലുകൾ ഓരോരുത്തരുടെ തലയിൽ വന്ന് വീണു എന്നാണ്. അങ്ങനെ അവർ പിന്നെ നശിച്ചു പോയി എന്നാണ്. കണ്ടോ, അങ്ങനെയാണ്. ഹിജാറത്തം മിൻ സിജ്ജീൽ, ഈ ഒരു പദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. എവിടെയാണ്? സൂറത്തുൽ ഫീലില് അല്ലെ. അപ്പൊ അതേപോലെ ചൂള വെച്ച ഇഷ്ടിയ കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. അത് അള്ളാഹുവിന്റെ അടയാളം വെക്കപ്പെട്ട കല്ലുകളാകുന്നു. തീർച്ചയായും അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആ സമയത്ത് പറഞ്ഞയക്കുകയും അവരുടെ നാടിനെയും വീടിനെയും പിഴുതെടുത്തു. പിന്നീട് അവയെ അവരുടെ നായകളുടെ കുര ആകാശത്തുള്ളവർ കേൾക്കുന്നത് വരെ ആകാശത്തേക്ക് ഉയർത്തി. പിന്നീട് അവരെ തിരിച്ചു. അങ്ങനെ അവയുടെ മുകൾ ഭാഗം താഴ്ഭാഗത്തേക്കാക്കി. പിന്നീട് ചുട്ടെടുത്ത കല്ലുകൾ അവരെ പിന്തുടർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സമുദായത്തെ എന്ത് ചെയ്തു, അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും മുസ്ലിങ്ങളുടേതല്ലാത്ത ഒരു വീടും പിന്നെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേദനയേറിയ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അവിടെ
അവശേഷിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം ഇന്നും അവിടെയുണ്ട്. സൂറത്തുൽ ഹിജ്റിൽ പറയുന്നുണ്ട്, തീർച്ചയായും അവർ അവരുടെ ലഹരിയിൽ വിഹരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ലഹരി ഏതാണ്? സ്വവർഗ ലൈംഗികതയാണ്. അതാണ് അവരുടെ ലഹരി. അതിലവർ വിഹരിക്കുകയായിരുന്നു. എന്നാൽ പ്രഭാതത്തോടെ, സൂര്യോദയത്തോടെ ആ ഘോര ശബ്ദം അവരെ പിടികൂടി, തല കീഴായി മറിക്കപ്പെട്ടു. അങ്ങനെ ചുട്ടുപഴുത്ത ഇഷ്ടികക്കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. തീർച്ചയായും അത് അഥവാ ആ രാജ്യം ഇന്നും നിലനിന്നു വരുന്ന ഒരു പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തീർച്ചയായും വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കഥ, ആ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. വലിയൊരു തിന്മയായിട്ടാണ് അല്ലാഹു ഈ ഒരു കാര്യത്തെ പഠിപ്പിക്കുന്നത് കേട്ടോ. സാധാരണ ആണും പെണ്ണും തമ്മിലുള്ള വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം സ്വവർഗരതിയെ കുറിച്ച് പറയുന്നത്, അല്ലെ? ഒരാണും പെണ്ണും അവർ വ്യഭിചരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ശിക്ഷയാണ്. എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല. വിവാഹിതരാണെങ്കിൽ എന്ത് വേണം? എറിഞ്ഞു കൊല്ലണം. അവിവാഹിതരാണെങ്കിലോ കൊല്ലാൻ പാടില്ല. അവരെ 100 അടി അടിക്കണം. അവരെ 100 അടി അടിക്കണം എന്നാണ് ഇസ്ലാമിക ഗവൺമെന്റ്. അതേസമയം സ്വവർഗരതിയിൽ ഏർപ്പെട്ടയാൾ അവർ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും അവരെ കൊന്നുകളയണമെന്നാണ്. അവരെ കൊന്നുകളയണം. ഇസ്ലാമിക ഗവൺമെന്റ് അവരെന്ത് ചെയ്യണം? കൊന്നുകളയണം എന്നതാണ് ഇസ്ലാമിക വിധി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും മറ്റു പല സ്വഹാബികളുടെ കാലത്തും അത്തരം സംഭവങ്ങൾ ഉണ്ടായതായും അവരെ കൊന്നുകളഞ്ഞതായിട്ടൊക്കെ ഹദീസ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പം ഇവരെ കൊല്ലണമെന്ന വിഷയത്തിൽ ലോകത്തൊരു മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ എങ്ങനെ കൊല്ലണമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വാഹനത്ത് ഒറ്റ വെട്ടിന് കൊല്ലണോ, അതല്ല എറിഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലണോ, വലിയ പർവ്വതത്തിന്റെ മേലെ കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇട്ടിട്ട് പിന്നെ അവരുടെ മേലെ കല്ല് കയറ്റി വെച്ച് കൊല്ലണോ എന്നൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ സമൂഹം അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യേണ്ടത്, ഇല്ലാതെയാക്കേണ്ടത് എന്നതാണ്. വലിയ തിന്മയാണ്. വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം ആ ഒരു തിന്മയെ കുറിച്ച് പറയുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ആ പ്രദേശം കണ്ടോ, ഇന്നും ആ പ്രദേശം ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു എന്നതാണ്. ചാവുകടൽ നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. എം അക്ബർ സാഹിബ് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചെറിയ വിശദീകരണമുണ്ട്. അതുകൂടെ കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഭൂമിയിലെ കരയിലെ ഏറ്റവും താഴ്ന്ന ഭൂഭാഗത്തിലാണ്. സമുദ്രനിരത്തിന് ഏറ്റവും താഴെയുള്ള സ്ഥലം അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതാണ് ചാവുകടൽ. ചാവുകടലിന് ഒരുപാട് സവിശേഷതകൾ. ചാവുകടൽ എന്ന് പേര് വരാത്തതിന്റെ കാരണം ഈ വെള്ളത്തിൽ യാതൊരു ജീവനും നിലനിൽക്കാൻ കഴിയില്ല. ജീവൻ എന്ന പ്രതിഭാസം ഈ വെള്ളത്തിലില്ല. സമുദ്ര ജലത്തിലാണെങ്കിലും അതേപോലെ തന്നെ നദിയിലാണെങ്കിലും കുളത്തിലാണെങ്കിലും എല്ലാം ജീവന്റെ സാന്നിധ്യത്താണ്. ഈ വെള്ളത്തിൽ ജീവന്റെ യാതൊരു സാന്നിധ്യവും ഇല്ല. അത്രയധികമാണ് ഇതിലെ ലവണത്തിന്റെ അളവ്. സാധാരണ കടൽ ജലത്തിനേക്കാളും 7 ഇരട്ടി ലവണം ഉപ്പ് ഈ വെള്ളത്തിലുണ്ട്. ഇത് കടലെന്നാണ് പറയുന്നതെങ്കിൽ ഇത് കടലല്ല. ഇത് ജോർദാൻ അതേപോലെ തന്നെ ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ ഒരു വലിയൊരു തടാകമാണ്. ഈ തടാകത്തിൽ ഓരോ വർഷവും ഓരോ മീറ്റർ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്ക്. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ കുറവ്, ഇവിടുന്ന് ഒഴുകി പോകുന്നത്, ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുന്നത്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇതിന്റെ സവിശേഷത, ഈ ശാസ്ത്രീയമായ സവിശേഷത ഇതാണ്. ഇവിടെ നീന്തുന്ന വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ആളുകൾ, നീന്തലറിയാത്ത ആളുകൾക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റും. നീന്തലറിയാത്ത ആളുകൾക്കും നിൽക്കാൻ കഴിയും. കാരണം അത് വെള്ളത്തിൽ നമ്മൾ പൊങ്ങിക്കിടക്കും. വെള്ളത്തിൽ ഒരിക്കൽ താഴ്ന്നു പോകും. അതുപോലെ ശാസ്ത്രീയമായി പറഞ്ഞാൽ മനുഷ്യനെ താഴുന്നതിന് കാരണം മനുഷ്യന്റെ സാന്ദ്രതയേക്കാൾ കുറവാണ് വെള്ളത്തിന്റെ സാന്ദ്രത എന്നുള്ളതാണ്. ഇവിടെ താഴാതിരിക്കാനുള്ള കാരണം മനുഷ്യന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ് വെള്ളത്തിന്റെ സാന്ദ്രത. ഇതിലെ വെള്ളത്തിന്റെ മൂലവടങ്ങളുടെ സാന്ദ്രത. അപ്പോ ഇത് ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലത്താണ് കൊടുക്കുന്നത്. ഇതിന് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.
പറയുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന സ്ഥലമാണ് സദോം ഗൊമോറ. പരിശുദ്ധ ഖുർആനിൽ സദൂമികളെ കുറിച്ച് പറയുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ഏർപ്പെട്ടിരുന്ന അതിദുഷിച്ച ഒരു സമ്പ്രദായം അവർ പുരുഷന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. ആ സ്വവർഗരതി ഇതിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ചരിത്രത്തിലെ വലിയൊരു ദുര്യോഗം എന്ന നിലത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം ഭാര്യ പോലും സ്വവർഗരതിക്കാരുടെ സമൂഹത്തിലേക്ക്. അങ്ങനെ ആള് അള്ളാഹു അവസാനം ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ സമൂഹത്തിൽ വലിയ നാശമുണ്ട്. ആ നാശത്തിന്റെ ഫലമാണ് ഈ ചാവുകളിൽ ഇങ്ങനെ ആയിത്തീർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ഗന്ധകത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഫോസ്ഫറസ് വളരെ കൂടുതലാണ്, സൾഫർ വളരെ കൂടുതലാണ്. അതിന്റെ എല്ലാ കാരണം ആകാശത്തിൽ നിന്ന് ഗന്ധകം മഴ എന്നാണ് നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഈ സ്ഥലത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് പരാമർശങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ ഇത് ഈ ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലമായതും ഇവിടെ ജീവൻ എന്ന പ്രതിഭാസം തന്നെ ഇല്ലാതെയായതുമെല്ലാം അള്ളാഹുവിന്റെ നാശത്തിന്റെ ഫലമാണ്. അള്ളാഹു വളരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതിക്ക് തികച്ചും വിരുദ്ധമായ, ഒരിക്കലും മനുഷ്യൻ സ്വീകരിക്കാൻ പാടില്ലാത്ത വളരെ വൃത്തികെട്ട ഒരു ധാർമ്മികത സ്വീകരിച്ച സമൂഹത്തെ നശിപ്പിച്ച സ്ഥലമാണിത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന് ചരിത്രം നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم ولوطا إذ قال لقومه أتأتون الفاحشة وأنتم تبصرون أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون فما كان جواب قومه إلا أن قالوا أخرجوا آل لوط من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته قدرناها من الغابرين وأمطرنا عليهم مطرا فساء مطر المنذرين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും ഈയൊരു സമയവും അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ഈ സദസ്സ് വിട്ടുപിരിയും മുൻപായി നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.